ബിഗ് ബോസ് മലയാളം സീസൺ 7 ടോപ്പ് 5-ൽ നിന്നും ഒരാൾ എവിക്റ്റഡ് ആകാൻ പോവുകയാണ്. അതിനായിട്ട് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ട്. ടാസ്ക് ഇതാണ്: ആക്ടിവിറ്റി ഏരിയയിൽ ഒരുപാട് കളങ്ങൾ വരച്ചിട്ടുണ്ട്. ആ കളത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് ചെറിയൊരു പേപ്പറിൽ നമ്പർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരും ആ കളത്തിൽ നിന്ന് ആ പേപ്പർ എടുത്തിട്ട് ഏത് നമ്പറാണ് കിട്ടുന്ന ആ നമ്പർ എഴുതിയ കളത്തിലോട്ട് മാറണം. അങ്ങനെ ഓരോരുത്തരും അവരവർക്ക് കിട്ടിയ നമ്പർ അനുസരിച്ച് മാറി. അത് കഴിഞ്ഞ് ലാസ്റ്റ് അക്ബറിന് കിട്ടിയത് നെവിൻ സേവ്ഡ് എന്നായിരുന്നു. അത് അനിമോൾക്ക് കിട്ടിയത് അനിമോൾ സേവ്ഡ് എന്നായിരുന്നു. അങ്ങനെ അനിമോൾ സേവ്ഡായി, നെവിൻ സേവ്ഡായി. അത് കഴിഞ്ഞ് ഷാനവാസിനോടും അനീഷിനോടും പറഞ്ഞ ഒരു ബോർഡുണ്ട്. ബോർഡിൽ ഇങ്ങനെ ഒരു ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ആ ഗ്ലാസ് തല്ലി പൊട്ടിക്കാൻ പറഞ്ഞ് അങ്ങനെ അനീഷും ഷാനവാസും കൂടെ ഓരോ ബോർഡിൽ ആ ഗ്ലാസ് തല്ലി പൊട്ടിച്ചപ്പോൾ അനീഷിൻ്റെ പിക്ചറും സേവ്ഡ് എന്നും പറഞ്ഞ് വന്ന് ഷാനവാസിൻ്റെയും വന്ന്. അപ്പോൾ അക്ബറിൻ്റെ മാത്രമായിരുന്നില്ല. അങ്ങനെ അക്ബർ ഔട്ടായിരിക്കുകയാണ്. അങ്ങനെ ഹൗസിലെ എല്ലാവരോടും യാത്ര പറഞ്ഞ് അക്ബർ ആ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പടിയിറങ്ങി. അങ്ങനെ ടോപ്പ് 5-ലെത്തിയ അക്ബറാണ് ആദ്യം ആ ഹൗസിൽ നിന്നും ഇന്ന് പടിയിറങ്ങുന്നത്. പക്ഷെ അക്ബറിന് ഒരുപാട് പ്രതീക്ഷയായിരുന്നു ഈ കപ്പ് അക്ബറിനാണ് കിട്ടുന്നതെന്ന്. അതുപോലെയാണ് ആര്യനും വന്ന ഗസ്റ്റുകളെല്ലാം അക്ബറിനെ പറഞ്ഞ് പറ്റിച്ചത്. അങ്ങനെ അക്ബറിന് പിന്നെ അനീഷിനോട് മാത്രം കെട്ടിപ്പിടിച്ചിട്ട് അനീഷിനോട് പറഞ്ഞ് അനീഷേട്ടൻ മാത്രമാണ് ഇവിടെ ആരെയും വേദനിപ്പിക്കാതെ ഒരു ഗെയിമായിട്ട് മാത്രം കളിച്ച ഒരു വ്യക്തി അനീഷേട്ടനാണ്. അതുകൊണ്ട് എനിക്ക് അനീഷേട്ടന് ഒരുപാട് നന്ദി പറയുന്നത്. ബാക്കി എല്ലാവർക്കും ജസ്റ്റ് ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ട് ആ ഹൗസിൽ നിന്നും പടിയിറങ്ങി ലാലേട്ടൻ്റെ അടുത്ത് വന്ന് ലാലേട്ടൻ്റെ മുമ്പിൽ വെച്ച് എല്ലാ പ്രേക്ഷകർക്കും നന്ദി പറഞ്ഞ് അങ്ങനെ എവിക്റ്റ് ആയത് അക്ബറാണ് ആദ്യം.